കണ്ണീരോർമ്മയായി ഷാനറ്റ്. അമ്മയുടെ അന്ത്യചുംബനവും ആയിരങ്ങളുടെ അന്ത്യാഞ്ജലിയും ഏറ്റുവാങ്ങി ഷാനറ്റ് ഷൈജു യാത്രയായി. കഴിഞ്ഞ ചൊവ്വാഴ്ച ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ അണക്കര വെള്ളറയിൽ ഷാനറ്റ് ഷൈജുവിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അണക്കര ഒലിവുമല സെന്റ് ജോൺസ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അണക്കര ചെല്ലാർകോവിലിന് സമീപം കഴിഞ്ഞ ചൊവ്വാഴ്ച ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചാണ് വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായ വെള്ളറയിൽ ഷാനറ്റ് ഷൈജു, അലൻ കെ ഷിബു എന്നിവർ മരണത്തിന് കീഴടങ്ങിയത്. അലന്റെ സംസ്കാരം തൊട്ടടുത്ത ദിവസം തന്നെ നടത്തിയിരുന്നു. ജോലിക്കായി കുവൈറ്റിലെത്തി ഏജൻസിയുടെ തൊഴിൽ തട്ടിപ്പിന് ഇരയായി തടങ്കലിൽ കഴിഞ്ഞിരുന്ന ഷാനറ്റിന്റെ മാതാവ് ജിനു എത്താൻ വൈകിയത് മൂലമാണ് സംസ്കാരം 7 ദിവസത്തോളം വൈകിയത്. സർക്കാർ, എംപിമാർ, കുവൈറ്റ് മലയാളി അസോസിയേഷൻ, മറ്റ് വിവിധ സംഘടനകൾ, വ്യക്തികൾ എന്നിവരുടെ ഇടപെടൽ മൂലമാണ് മടങ്ങാൻ കളമൊരുങ്ങിയത്. വ്യവസായി MA യൂസഫലിയുടെ ഇടപെടലാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ജിനു അണക്കരയിലെ വീട്ടിലെത്തിയത്. കട്ടപ്പനയിലെ സെന്റ് ജോൺസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഷാനറ്റിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 10 മണിക്ക് വീട്ടിലെത്തിച്ചു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമടക്കം കനത്ത മഴയിലും നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നത്. ഉച്ചകഴിഞ്ഞ് 2-ന് വീട്ടിൽ നിന്നും വിലാപയാത്ര ആരംഭിച്ച് 7-ാം മൈൽ ഒലിവുമല സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ എത്തിച്ച മൃതദേഹം 4 മണിവരെ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സംഘടനാ നേതാക്കൾ അടക്കമുള്ളവരും മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. 4 മണിക്ക് ആരംഭിച്ച സംസ്കാര ചടങ്ങുകൾക്ക് യാക്കോബായ സുറിയാനി സഭ ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്ത സക്രിയാസ് മോർ പീലക്സിനോസ് നേതൃത്വം നൽകി. ജിനുവിന് നാട്ടിലേക്ക് എത്താൻ വേണ്ട സഹായങ്ങൾ ചെയ്ത MA യൂസഫലി അടക്കമുള്ള വ്യക്തികളെയും സംഘടനകളെയും അദ്ദേഹം അനുസ്മരിച്ചു. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അന്ത്യചുംബനം ഏറ്റുവാങ്ങി ഷാനറ്റ് നിത്യതയിലേക്ക് യാത്രയായി. മകന്റെ ആവശ്യപ്രകാരം അമ്മ വാങ്ങിക്കൊണ്ടുവന്ന വാച്ച് ഷാനറ്റിനൊപ്പം കല്ലറയിൽ അടക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.